ജപ്പാനിൽ ബോംബിട്ടതുപോലെ ഇന്ത്യയിലും ആറ്റം ബോംബ് ഇടാനുള്ള ഒരു നീക്കം അമേരിക്ക നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഒട്ടും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ജപ്പാനിൽ ആണവ ആക്രമണം നടത്തിയതിന് ശേഷം ആ രാജ്യത്തെ സാമ്പത്തികമായി ഉയർന്നു വരാൻ വേണ്ട എല്ലാ പിന്തുണയും അമേരിക്ക നൽകിയിരുന്നു. എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ മാർക്കറ്റ് മുഴുവൻ തുറന്നു കൊടുത്തു, സാമ്പത്തികമായിട്ട് ഏടുകൾ നൽകി, ഒപ്പം തന്നെ ആ രാജ്യത്തിന് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു. അങ്ങനെയാണ് ജപ്പാനെ ഒരു കാലത്ത് ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തിയായിട്ട് അമേരിക്ക വളർത്തിക്കൊണ്ടുവന്നത്. ഇവിടെ ഇന്ത്യക്ക് മേൽ ഇത്തരത്തിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ഈ ഉപരോധങ്ങളെ മറികടക്കാനായിട്ട് ഇന്ത്യയെ അമേരിക്ക സഹായിക്കാം. എങ്ങനെ? അവരുടെ കാല് പിടിക്കണം. അങ്ങനെ കാല് പിടിച്ചാൽ ഇന്ത്യയിലേക്ക് കൂടുതൽ കമ്പനികൾ നിക്ഷേപവുമായിട്ട് വരും. ഇന്ത്യ ഒരു പ്രൊഡക്ഷൻ ഹബ്ബായിട്ട് മാറ്റാം. അങ്ങനെ ചൈന അവരുടെ എന്നത്തെയും ഭീഷണിയാണെങ്കിൽ അതിനെ മറികടന്നുകൊണ്ട് ഇന്ത്യയെ വളർത്താം. പക്ഷേ ചൈനയെ പോലെ ഒരു ഭീഷണിയായിട്ട് ഇന്ത്യയെ ഉയർത്തിക്കൊണ്ട് വരികയൊന്നുമില്ല. ഇവിടെയാണ് മറ്റൊരു തന്ത്രം അമേരിക്ക പയറ്റുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ട്രംപ് എന്ന് പറയുന്ന ഭരണാധികാരിയല്ല. അതിനപ്പുറം പാശ്ചാത്യ രാജ്യങ്ങളെ നിയന്ത്രിക്കുന്ന നമുക്കറിയാം ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ഇടപെടൽ ഇവിടെ ഉണ്ടാകുന്നു. അതായത് ഇന്ത്യൻ ഭരണകൂടത്തെ അട്ടിമറിക്കാനായിട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഡീപ് സ്റ്റേറ്റ് ധാരാളം പണമൊഴുക്കി പ്രവർത്തനങ്ങൾ നടത്തി ഇതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നു. സമാനമായ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ ഇവിടെ നടത്തുന്നു. കാരണം ഇന്ത്യ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ നാളെ അമേരിക്കയ്ക്ക് സാമ്പത്തിക രംഗത്ത് വലിയ ഭീഷണിയായിട്ട് മാറും. അതുകൊണ്ടാണ് ജപ്പാന് സമാനമായിട്ട് ഇന്ത്യയെ സഹായിക്കാം, തകർക്കും എന്നൊക്കെയുള്ള ഒരേപോലത്തെ ഭീഷണി വരുന്നത്. നമുക്കറിയാം ജപ്പാനിൽ 2 ആണവ ബോംബുകൾ അമേരിക്ക ഇട്ടതോടുകൂടി ആ രാജ്യം കംപ്ലീറ്റ് ആയിട്ട് തകർന്നിരുന്നു. പിന്നീടാണ് എല്ലാ സഹായം ചെയ്തു എന്ന് പറഞ്ഞാൽ അമേരിക്ക കൈവിട്ട് സഹായിച്ചു എന്ന് പറയാം. അങ്ങനെയാണ് ഓട്ടോമൊബൈൽ രംഗത്തെ ഹോണ്ട, അതുപോലെ തന്നെ ടയോട്ട, നിസാൻ തുടങ്ങിയ കമ്പനികളൊക്കെ അവിടെ ഉയർന്നു വന്നത്. പിന്നെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ സോണി, അതുപോലെ നാഷണൽ, പാനസോണിക്, ഈ ഉൽപ്പന്നങ്ങൾക്കൊക്കെ ലോക മാർക്കറ്റിൽ വലിയ സ്വാധീനം ചെലുത്താനായി. ഇതിൻ്റെ കാരണം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് കുറഞ്ഞ വിലയ്ക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ജപ്പാൻ എത്തിച്ചു കൊടുത്തു. അങ്ങനെ പതിയെ ജപ്പാൻ സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടു വന്നു. ഏതാണ്ട് 1990-കളായപ്പോഴേക്കും ജപ്പാൻ അമേരിക്കയെ മറികടക്കുന്ന ഒരു സാമ്പത്തിക ശക്തിയായിട്ട് വളരാനുള്ള സാധ്യത അല്ലെങ്കിൽ സൂചനകൾ പ്രകടിപ്പിച്ചു. ഇത് അമേരിക്കയിലെ സാമ്പത്തിക വിദഗ്ധരടക്കം മനസ്സിലാക്കുകയും ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അന്ന് ജപ്പാൻ്റെ GDP എന്ന് പറയുന്നത് ഏതാണ്ട് 3.2 മുതൽ മുകളിലേക്കായിരുന്നുവെങ്കിൽ അമേരിക്കയുടെ 5.8 മറ്റോ ആയിരുന്നു. അപ്പം വലിയ അന്തരമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒരു 10 വർഷത്തിനുള്ളിൽ, അതായത് ഒരു 1995 ആകുമ്പോൾ ഒന്നുകിൽ അമേരിക്കയ്ക്കൊപ്പം അല്ലെങ്കിൽ അമേരിക്കയെ മറികടക്കുന്ന സമ്പദ് ശക്തിയായിട്ട് ജപ്പാൻ വളരും. ആ 90-കളുടെ കാലത്ത് ഇന്ത്യൻ വിപണിയൊക്കെ ഒന്ന് തുറന്നു വരുന്നേ ഉള്ളൂ. അത്രയും താഴെ നിൽക്കുക നമ്മൾ. അന്ന് ജപ്പാൻ വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറി. മാത്രമല്ല ജപ്പാൻ ഈ രീതിയിൽ വളരുന്നത് അമേരിക്കയ്ക്ക് ഭീഷണിയാണെന്ന് കണ്ടപ്പോൾ പതുക്കെ പ്രൊഡക്ഷൻ്റെ കുറേ കാര്യങ്ങളൊക്കെ തന്നെ ചൈനയിലേക്ക് മാറ്റാനായിട്ട് അമേരിക്ക നീക്കവും ആരംഭിച്ചു. ഇങ്ങനെ നീക്കം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ 1990-കളിൽ പ്ലാസ എന്ന് പറയുന്ന ന്യൂയോർക്കിലൊരു ഹോട്ടലിൽ വെച്ച് ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുന്നു. ആ സമ്മേളനത്തിൽ അമേരിക്ക കൂടാതെ UK പങ്കെടുക്കുന്നു, ഫ്രാൻസ് വരുന്നു, വെസ്റ്റ് ജർമ്മനി വരുന്നു, ഒപ്പം ജപ്പാനും ഉണ്ട്. എന്നിട്ട് പറയുന്നു ഈ ജപ്പാനിലെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ വലിയ താല്പര്യമുണ്ട്, അല്ലെ പ്രീതിയുണ്ട്. അതുകൊണ്ട് തന്നെ ജപ്പാനിൽ നിന്ന് വലിയ തോതിൽ കയറ്റുമതി അമേരിക്കയിലേക്ക് ഉണ്ടാകുന്നു. അമേരിക്കയിൽ നിന്ന് അതിനനുസരിച്ചുള്ള കയറ്റുമതി ജപ്പാനിലേക്ക് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അമേരിക്കൻ ഡോളറിന് മൂല്യം കുറയ്ക്കുന്നു, പകരം ജപ്പാൻ്റെ യെന്നിന് മൂല്യം കൂട്ടുന്നു എന്ന് പറയുന്നു. പക്ഷേ അതൊരു ട്രാപ്പായിരുന്നു. ആ ട്രാപ്പിൽ ജപ്പാൻ ചെന്ന് വീണു. കാരണം പിന്നീട് ജപ്പാനിൽ ഓഹരി ഇടിയുന്നു, അവിടെ റിയൽ എസ്റ്റേറ്റ് തകരുന്നു. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഈ ജപ്പാൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന ശ്രമങ്ങൾ അമേരിക്ക നടത്തുന്നു. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ 1995 ആകുമ്പോഴേക്കും ജപ്പാൻ വലിയൊരു ശക്തിയായിട്ട് മാറിയേനെ. അപ്പം ഒരു 10 വർഷം മുന്നിൽ കണ്ട് അന്നത്തെ അമേരിക്കൻ ഭരണകൂടം, അതായത് റൊണാൾഡ് റീഗനോ മറ്റോ ആയിരുന്നു പ്രസിഡന്റ്, അദ്ദേഹം ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു പൂർവ്വരൂപം അവിടെ പ്രവർത്തിച്ചു എന്ന് പറയാം. അപ്പോൾ ഡീപ് സ്റ്റേറ്റ് എന്നും അമേരിക്കയെ ഒന്നാമതായിട്ട് നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു കൂട്ടം ആളുകളുടെ ഒരു സംഘടനയാണെന്ന് പറയാം. ഈ സംഘടനയുടെ പ്രവർത്തനമാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെയും പ്രവർത്തിച്ചു വരുന്നത്. അങ്ങനെ ജപ്പാൻ ഈ പറയുന്ന പ്ലാസ അക്കോർഡിൽ ഒപ്പിട്ടതിന് ശേഷം അവരുടെ ഗ്രോത്ത് ക്രമേണ കുറഞ്ഞു വരുന്നു. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 4.1 ട്രില്യൺ 4.2 ട്രില്യൺ ആയിട്ട് GDP മാറി. ഇന്നും അതിനപ്പുറത്തേക്ക് പോകാൻ ജപ്പാന് സാധിക്കുന്നില്ല. ഇവിടെയാണ് അമേരിക്കയുടെ കൈകടത്തൽ മനസ്സിലാക്കേണ്ടത്. ഇന്നും ജപ്പാൻ അമേരിക്കയുടെ ഒരു അടിമ രാജ്യം പോലെ കഴിയേണ്ടി വരുന്നു. അതിലവർക്ക് ഇപ്പം മനസ്താപമൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം. അതിനുശേഷമാണ് USSR അമേരിക്കയ്ക്ക് ഭീഷണിയായപ്പോൾ ചൈനയെ USSRൽ നിന്ന് അടർത്തിയെടുക്കാൻ ശ്രമിച്ചു.
എന്നിട്ട് പറഞ്ഞു ചൈനയിൽ ഞങ്ങൾ വലിയ തോതിൽ നിക്ഷേപം നടത്താം, അവിടെ ഒരു പ്രൊഡക്ഷൻ ഹബ്ബാക്കി മാറ്റാം. അങ്ങനെ ചൈനയിലേക്ക് ധാരാളം കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളുടെയൊക്കെ സഹകരണത്തോടെ ചൈനയിൽ വലിയ പ്രൊഡക്ഷൻ നടക്കുന്നു. അതൊരു ഏകാധിപത്യ രാജ്യമായതുകൊണ്ട് വൻതോതിൽ കുറഞ്ഞ നിരക്കിൽ സാധനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ചു കൂട്ടി. അങ്ങനെ ചൈനയും പതുക്കെ വലിയ ശക്തിയായി മാറി. അപ്പോഴും അമേരിക്ക ഈ പറയുന്ന പ്ലാസ അക്കോർഡിന് സമാനമായ ചില ഉടമ്പടികളുമായിട്ട് ചെന്നു. ചൈനയ്ക്ക് പക്ഷേ ഈ ചരിത്രം അറിയാവുന്നതുകൊണ്ട് അതിനെയെല്ലാം കൃത്യമായി തട്ടിത്തെറിപ്പിച്ച് മുന്നോട്ട് പോയി. ഇവിടെ ഇന്ത്യക്കെതിരെയും പ്രയോഗിക്കുന്ന സമാന തന്ത്രമാണ്. അതായത് റഷ്യയിൽ നിന്ന് നമ്മൾ ഓയിൽ മേടിക്കുന്നു, ആയുധം മേടിക്കുന്നു, ഇത് നിർത്താൻ പറഞ്ഞിട്ട് ചെയ്യുന്നില്ല. അവരുടെ ഈ പറയുന്ന ജനിതക മാറ്റം വരുത്തിയ പച്ചക്കറികൾ ഉൾപ്പെടെ ഇറക്കുമതി ചെയ്യാനുള്ള അനുവാദം കൊടുക്കുന്നില്ല. എന്തിന്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിച്ചത് ട്രംപ് ഇടപെട്ടാണെന്ന് ലോകത്തോട് മുഴുവൻ പറയുമ്പോഴും ഇന്ത്യ പറയുന്നു അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അതിൻ്റെയൊക്കെ ഒരു കലിപ്പ് അമേരിക്കയ്ക്ക് ഇന്ത്യയോടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ പ്ലാസ അക്കോർഡിന് സമാനമായ രീതിയിൽ ഇന്ത്യയും സമ്മർദ്ദത്തിലാക്കാനായിട്ട് അമേരിക്ക ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 25% ടാക്സ് ആദ്യം കൂട്ടുന്നു, പിന്നീട് അതൊരു 50% ഉയർത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ചെന്ന് കാലുപിടിക്കും. അപ്പം ആണവ ആക്രമണം നടത്തുന്നതിന് പകരം വാക്കുകൾ കൊണ്ട് ആണവ ആക്രമണം നടത്തുന്നു, അപ്പോൾ നമ്മളെ തകർക്കും. അങ്ങനെ നമ്മൾ അമേരിക്കയുടെ കാല് പിടിച്ചാൽ പിന്നീട് ഇന്ത്യ ഒരു പ്രൊഡക്ഷൻ ഹബ്ബാക്കി മാറ്റാൻ അവരെല്ലാ സഹായവും ചെയ്യാം. തന്ത്രം ഇതാണ്. പക്ഷേ ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയോണ്ടാണ് ഇതിനൊന്നും നമ്മൾ യോജിക്കുന്നില്ല, നമുക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചൈനയുടെ അതേ പ്രതിരോധ തന്ത്രങ്ങൾ നമ്മളും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത് ഒരു 2 വർഷത്തിനുള്ളിൽ $5 ട്രില്യൺ മാറും. നിലവിൽ അത് $4.2 ട്രില്യൺ ആണ്. അപ്പോൾ ഒരു 10 വർഷം, അതായത് 2047 50 ആകുമ്പോൾ നമ്മുടെ GDP എന്ന് പറയുന്നത് 15 ട്രില്യണിലേക്ക് എത്തും. ഇത് അമേരിക്കയെ മറികടക്കുന്ന, അമേരിക്കയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്ന ഒരു വളർച്ചയാണ്. അതുകൊണ്ടാണ് 10 വർഷം മുന്നിൽ കണ്ടുകൊണ്ട് ഡീപ് സ്റ്റേറ്റ് ഇന്ത്യക്കെതിരെ ഈ താരിഫ് യുദ്ധവുമായിട്ട് രംഗത്തേക്ക് വരുന്നത്. നിലവിൽ ഇന്ത്യയുടെ ഈ വളർച്ച വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അമേരിക്കയെ. ചൈനയ്ക്കും ഇന്ത്യ അവർക്ക് മുമ്പിൽ വളരുന്ന ഇഷ്ടമല്ല. പക്ഷേ ചൈന അമേരിക്കയുടെ പ്രഖ്യാപിത ശത്രു ആയതുകൊണ്ട് നമ്മളോട് കൈകോർക്കാനൊക്കെ അവർക്ക് വലിയ താല്പര്യമാണ്. അപ്പോൾ ചൈനയ്ക്കെതിരെ ഈ പറയുന്ന ജപ്പാനിൽ പ്രയോഗിച്ച തന്ത്രം അവർ പ്രയോഗിച്ചെങ്കിലും ചരിത്രം അറിയാവുന്ന ചൈന അത് തട്ടിത്തെറിപ്പിച്ചു. അതേ തന്ത്രം മറ്റൊരു രൂപത്തിൽ ആണവ ആക്രമണ ഭീഷണി രൂപത്തിൽ ഇന്ത്യക്ക് മേൽ അവതരിപ്പിക്കുന്നു. ഇന്ത്യയും വളരെ കൃത്യമായിട്ട് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് തന്നെ മുന്നേറുന്നു. അങ്ങനെ 1988-89 കാലത്ത് ലോകത്തെ ഒരു വൻ ശക്തിയായിട്ട് ജപ്പാൻ ഉയർന്നുവെങ്കിൽ പടിപടിയായിട്ട് അവരെ തളർച്ചയിലേക്ക് അല്ലെ താഴ്ചയിലേക്ക് കൊണ്ടുവരാൻ അമേരിക്കയ്ക്ക് സാധിച്ചു. ഇതേ തന്ത്രം ഇപ്പോൾ ഇന്ത്യക്ക് മേൽ ഉപയോഗിക്കുന്നു. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക ശക്തിയായിട്ട് വളരരുതെന്നോ ഇന്ത്യൻ മാർക്കറ്റിനെ പൂർണ്ണമായിട്ടും തകർക്കണമെന്നോ അവർ ആഗ്രഹിക്കുന്നില്ല. പകരം 2047-50 ആകുമ്പോൾ ഇന്ത്യ വളരണ്ട, ഒരു 2060-65 ആകുമ്പോൾ വേണേ വളർന്നു, അതുവരെ ഞങ്ങൾക്ക് തന്നെ ഈ സ്വേച്ഛാധിപത്യ മനോഭാവത്തോടെ ലോകത്തെ നയിക്കാനുള്ള ഒരു ശേഷി വേണം, അല്ലെ അതിനുള്ള ലീഡർ കപ്പാസിറ്റി ഞങ്ങൾക്ക് മാത്രമേ മതി എന്നാണ് അമേരിക്കയുടെ ചിന്താഗതി. ഇവിടെയാണ് ഇന്ത്യ ജപ്പാനിലേക്ക് പോകുന്നു. ജപ്പാൻ പ്രധാനമന്ത്രിയായ ഫ്യൂമിയോ കിഷിഡയുമായിട്ട് ഇൻഡോ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് ചൈനയിലേക്ക് പോകുന്നു. അങ്ങനെ ഇന്ത്യ തന്ത്രങ്ങൾ കൃത്യമായിട്ട് മെനഞ്ഞ് മുന്നോട്ട് പോകുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കാതെ വന്നതോടുകൂടിയാണ് ഇപ്പോൾ 25% ടാക്സ് അത് 50% മാറ്റുന്നു. ഇതുകൊണ്ട് നമ്മുടെ വ്യാപാര മേഖലയ്ക്ക് കുറച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതിനെ അതിജീവിക്കാൻ ആയുധ വിൽപ്പനയിലൂടെ, പ്രതിരോധ രംഗത്ത് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിലൂടെ ലോക രാജ്യങ്ങളുമായിട്ട് കൂടുതൽ സൗഹൃദം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. അങ്ങനെ യൂറോപ്യൻ മേഖലയിലേക്കും ആഫ്രിക്കൻ മേഖലയിലേക്കും നമ്മുടെ വ്യാപാര ബന്ധങ്ങൾ വിപുലപ്പെടുത്താനുള്ള ശ്രമവും നടക്കുന്നു. അപ്പോൾ ജപ്പാന് നേരെ ഉപയോഗിച്ച അതേ തന്ത്രം ഉപയോഗിച്ച് ഇന്ത്യയെ തകർക്കാനുള്ള അമേരിക്കൻ ശ്രമത്തെ നമ്മൾ ഏതാണ്ട് പൂർണ്ണമായിട്ടും തട്ടിത്തെറിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം.